السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على محمد وعلى آل محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കണമെന്ന് ഉണർത്തുന്ന ഉപദേശിക്കുന്നു. അൽഹംദുലില്ലാഹ് 35-ാം അധ്യായം സൂറത്ത് ഫാത്തിർ ആണ് നമ്മൾ ഈ ഒരു പഠന ക്ലാസ്സിലൂടെ സംരംഭത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എല്ലാ റമദാനും നടത്തി വരാറുള്ള ഖുർആൻ വിജ്ഞാന പരീക്ഷ, അതിൻ്റെ അടുത്ത സിലബസിലെ ഒന്നാമത്തെ സൂറത്താണ് സൂറത്ത് ഫാത്തിർ. നാം മുമ്പ് എല്ലാ ക്ലാസ്സുകളും സൂചിപ്പിച്ചതുപോലെ തന്നെ അമാനിയ മൗലവിയുടെ തഫ്സീറാണ് ഈ സിലബസിൻ്റെ ഈ പരീക്ഷയ്ക്ക് ആധാരം, അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ അമാനി തഫ്സീറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ആയിരിക്കും. വളരെ വിശാലമായ വിശദീകരണങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരീക്ഷയ്ക്ക് സഹായമാകുന്ന രൂപത്തിൽ ഇതൊന്ന് ഓടിച്ച് ഒരു വായന നടത്തി അതിലെ ആവശ്യമായ കാര്യങ്ങൾ വിശദീകരിച്ച് അല്പം മാത്രം വിശദീകരിച്ച് മുന്നോട്ട് പോവുക നമ്മൾ ഉദ്ദേശിക്കുന്ന തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാമിക് വിമൻസ് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു സംരംഭം സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഓൺലൈനായി വളരെ നേരത്തെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈ ഒരു തീരുമാനമെടുത്ത അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ പ്രവർത്തകർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നമ്മൾ കഴിഞ്ഞ 4 ക്ലാസ്സുകളിലൂടെ 14-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ 4 ക്ലാസ്സിൽ 14 ആയത്തുകൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 15, 16, 17, 18 എന്നീ ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. ഇൻ യശഅ യുദ്ഹിബുകും വയഅതി ബിഖൽഖിൻ ജദീദ് وما ذلك على الله بعزيز ولا تزر وازرة وزر أخرى وإن تدع مثقلة إلى حملها لا يحمل منه شيء ولو كان ذا قربى إنما تنذر الذين يخشون ربهم بالغيب وأقاموا الصلاة ومن تزكى فإنما يتزكى لنفسه وإلى الله المصير. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ 4 വചനങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരോടും പഠിപ്പിക്കുന്നതായ ഒരു യാഥാർത്ഥ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ അവരാരും വിളിച്ചു തേടുന്നവരുടെ പ്രാർത്ഥനകൾ കേൾക്കുകയില്ല. ഇനി അങ്ങനെ അവർ കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ അവർക്ക് ഉത്തരം ചെയ്യാനും കഴിയില്ല. അവർ പ്രാർത്ഥിക്കപ്പെട്ടവർ, വിളിച്ചു തേടപ്പെട്ടവർ, വിളിച്ചു തേടിയവരുടെ വിഷയത്തിൽ അവരോട് എതിരാകുന്ന, അതിനെ നിഷേധിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. അതിനെ അല്ലാഹു ശിർക്ക് എന്നാണ് വിശേഷിപ്പിച്ചത് എന്നാണ് നമ്മൾ കഴിഞ്ഞ അവസാനത്തെ വചനത്തിൽ നമ്മൾ സൂചിപ്പിച്ചത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെല്ലാം അവരെല്ലാം ഒന്നിനും കഴിയാത്തവരാണ്, അവരിലേക്ക് നമ്മൾ മടങ്ങിയത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് പഠിപ്പിച്ച ശേഷം എല്ലാവരും ആരിലേക്കാണ് മടങ്ങേണ്ടത് എന്നതാണ് അടുത്ത വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ആരോട് തേടണം, നമ്മൾ മറ്റുള്ളവരോട് തേടിയാൽ അതിൻ്റെ അവസ്ഥ എന്താണ് എന്നതെല്ലാം ഈ വചനങ്ങളോട് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന 15-ാമത്തെ ആയത്തിലൂടെ യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. യാ അയ്യുഹന്നാസ് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ചു വന്നതായ വിളിയാണ് യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. യാ എന്നത് ഹർഫു നിദ ആണ്. ആളുകളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അറബിയിൽ ഉപയോഗിക്കുന്ന പദങ്ങളിൽ ഒന്നാണ് യാ എന്നത്. യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞാൽ അല്ലയോ ജനങ്ങളെ. അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ് അർത്ഥം. അൽ ഫുഖറാ, ഫഖീർ എന്നതിന്റെ ജംആണ്, ബഹുവചനമാണ്. ഫുഖറ എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരൻ അല്ലെങ്കിൽ ആശ്രയമുള്ളവൻ എന്നാണ് അർത്ഥം. ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്. അപ്പോൾ യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലയോ മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവരത്രേ, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് ആശ്രയമുള്ളവരത്രേ. വല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല, ഹുവ അവൻ,
അൽ ഖനിയു, ഖനി എന്ന് പറഞ്ഞാൽ സമ്പന്നൻ എന്നർത്ഥമുണ്ട്. അതേപോലെ തന്നെ ധന്യൻ, ധന്യതയുള്ളവൻ എന്നർത്ഥമുണ്ട്. മറ്റൊരാളെയും ആശ്രയിക്കാത്തവൻ എന്നർത്ഥവുമുണ്ട്. അൽ ഹമീദ് എന്ന് പറഞ്ഞാൽ ഹംദിന് ഉടമപ്പെട്ടവൻ, അർഹതപ്പെട്ടവൻ, അഥവാ സ്തുതി നൽകാൻ അർഹതയുള്ളവൻ, സ്തുത്യർഹൻ എന്നാണ് അൽ ഹമീദ് എന്ന പദത്തിന്റെ അർത്ഥം. അപ്പോൾ വല്ലാഹു ഹുവൽ ഖനിയുൽ ഹമീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാളെയും ആശ്രയമില്ലാത്ത ധന്യനാണ്, സ്തുത്യർഹനാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്താണ്? ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും, അത് മനുഷ്യരാകട്ടെ, ജിന്നകളാകട്ടെ, മറ്റാരാകട്ടെ, അവരെല്ലാം അള്ളാഹുവിലേക്ക് ആശ്രയക്കാരാണ്. അള്ളാഹു ആണെങ്കിൽ ഒരാളെയും ആവശ്യമില്ലാത്ത രൂപത്തിൽ ധന്യനാണ് എന്നാണ്. ഖനി എന്ന പദത്തിന് സമ്പന്നനെന്നും അതേപോലെ തന്നെ ഐശ്വര്യവാൻ എന്നും ഒക്കെ അർത്ഥമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർദ് വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. ഗിന എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് സമ്പത്തും ഒക്കെ ഉണ്ടാവുക എന്നതല്ല, മറിച്ച് അതിനേക്കാൾ അപ്പുറത്ത് സ്വന്തം ശരീരത്തിന്റെ, സ്വന്തം മനസ്സിന്റെ പിന്നെ ഐശ്വര്യമാണ് യഥാർത്ഥമായ ഐശ്വര്യമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഖനി എന്ന് പറഞ്ഞാൽ ധന്യനാണ്, മറ്റുള്ളവരെ ആശ്രയിക്കാത്തവെന്നർത്ഥം. അള്ളാഹു സമദ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഥവാ അള്ളാഹു പരാശ്രയമുക്തനാണ്, അള്ളാഹു അത്താണിയാണ്, ലോകത്ത് എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനും ഒരാളെയും ആശ്രയമില്ലാത്തവനുമാണ് അള്ളാഹു എന്നാണ് അതിൻ്റെ ഒക്കെ ആശയം. അപ്പോൾ ഇവിടെ എല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരല്ലാത്ത ഒരാളുമില്ല. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്നവരാകട്ടെ അവരെല്ലാം അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവർ. കാരണം അള്ളാഹു അല്ലാതെ മറ്റൊരു സോഴ്സ് അവർക്ക് എന്തെങ്കിലും നൽകി കൊടുക്കാൻ മറ്റൊരാളുമില്ല. ആ രൂപത്തിൽ എല്ലാവരും ദുർബലരാണ് എന്നതിന്റെ ഉദ്ദേശം. വീണ്ടും അള്ളാഹു തുടർന്ന് പറയുന്നു, ഈ യശ യുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ്. ഈ യശ, അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ. യശ ഇൻ എന്ന് ചേർക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അർത്ഥം കിട്ടുന്നത്. യശ എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്നതാണ് അർത്ഥം വരിക. ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ചു എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ യശ എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ. യുദ്ഹിബുക്കും, ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് അർത്ഥം. അദ്ഹബ എന്ന് പറഞ്ഞാൽ പോയിപ്പിച്ചു, പോക്കി എന്നാണ് അർത്ഥം. അദ്ഹബയുടെ മുളാരിയാണ് യുദ്ഹിബു. അപ്പോൾ ആ യുദ്ഹിബ് കും, നിങ്ങൾ, ഇന്ന് വന്നത് കൊണ്ട് ഇവിടെ യുദ്ഹിബ് എന്ന് സുക്കൂനായിക്കൊണ്ട് ജസ്മായിക്കൊണ്ട് പ്രയോഗിക്കപ്പെടുന്നു. അപ്പോൾ ഈ യശ യുദ്ഹിബുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോക്കിക്കളയും, അഥവാ നശിപ്പിച്ച് കളയും എന്നാണ് ഉദ്ദേശം. അപ്പോൾ ഈ യശ യുദ്ഹിബുക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ നശിപ്പിച്ച് കളയും, പോക്കിക്കളയും. വയഅതി, എന്നിട്ട് അവൻ കൊണ്ടുവരും. ബിഖൽഖിൻ, ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടി, ജദീദ് പുതിയത്. വയഅതി ബിഖൽഖിൻ ജദീദ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു സൃഷ്ടിയെ അള്ളാഹു കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും നശിപ്പിക്കാൻ അതിന് കഴിവുള്ളവരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് എല്ലാവരും നശിപ്പിക്കുകയും വീണ്ടും ഒരു പുതിയ സൃഷ്ടി കൊണ്ടുവരാൻ അള്ളാഹു ഒരു പ്രയാസവുമില്ല. അള്ളാഹു അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ, അതിനോട് അള്ളാഹു കുൻ, നീ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മാത്രം മതി, അത് ഉണ്ടാകുമെന്ന് സൂറത്ത് യാസീനിലൂടെ അള്ളാഹു പഠിപ്പിച്ച. സൂറത്ത് യാസീൻ നമ്മൾ അടുത്ത സൂറത്ത് നമ്മൾ പഠിക്കും ഇൻഷാ അള്ളാഹ്. അപ്പോൾ അള്ളാഹുവിനത് ഒരു പ്രയാസമുള്ള വിഷയമേ അല്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹം അവരെ ഒരു കപ്പലിൽ മാത്രമുള്ള സമൂഹത്തെ രക്ഷപ്പെടുത്തി ബാക്കി മുഴുവൻ ലോകത്തെ നശിപ്പിച്ച് ഇല്ലാതാക്കി കളഞ്ഞിട്ട് അള്ളാഹു പിന്നെയും അള്ളാഹു അതിനെ ബാക്കിയായിക്കൊണ്ട് ആളുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. ഇനി മൊത്തം ലോകത്തെ നശിപ്പിക്കാനും പുതുണ്ടാക്കാനും അള്ളാഹുവിന് ഒരു പ്രയാസമുള്ള വിഷയമല്ല. ലോകാവസാന നാളിൽ അതെല്ലാം സംഭവിക്കുമെന്ന് നമുക്കെല്ലാം അറിയാവുന്ന വിഷയമാണ്. വമാ ദാലിക അലല്ലാഹി ബി അസീസ്, അള്ളാഹു വീണ്ടും പറയുന്നു വമാ ദാലിക, അതല്ല. ദാലിക എന്ന് പറഞ്ഞാൽ അത്, മാ എന്ന് പറഞ്ഞാൽ അല്ല. അപ്പോൾ മാ ദാലിക എന്ന് പറഞ്ഞാൽ അതല്ല. അലല്ലാഹി, അള്ളാഹുവിന്റെ മേൽ, ബി അസീസ്. അസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നമുക്കറിയാം ഇസ്സത്തുള്ളവൻ. തൊട്ട് മുമ്പത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അള്ളാഹുവിനല്ലാതെ ഇസ്സത്തില്ല എന്നത്. അസീസ് എന്ന് പറഞ്ഞാൽ ഇസ്സത്തുള്ളവൻ, പ്രതാപമുള്ളവൻ എന്നാണ് അർത്ഥം. ഇവിടെ അസീസ് എന്നത് ഇസ്മായി കൊണ്ട് തന്നെ ഉപയോഗിക്കുന്നു. ബി അസീസ് അതിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്നു. എന്നാൽ ഇവിടുത്തെ ഉദ്ദേശം പ്രയാസമുള്ളത് എന്നർത്ഥം. അപ്പോൾ ബി അസീസ് എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെട്ട കാര്യം എന്ന് നേരത്തെ നമ്മൾ ചേർത്തി പറയുകയാണ് ചെയ്യുക. അപ്പോൾ വമാ ദാലിക അലല്ലാഹി ബി അസീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രയാസമുള്ള കാര്യമല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മുഴുവൻ ആളുകളും ആശ്രയിക്കുന്നവരാണ്, അള്ളാഹു ആരെയും ആശ്രയമില്ലാത്തവരാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നെങ്കിൽ മുഴുവനെയും അള്ളാഹു എല്ലാം നശിപ്പിച്ചു കളയാൻ കഴിവുള്ളവനാണ്. അള്ളാഹുവിനൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമില്ലാതെ
ലോകത്തൊന്നും ഒരു ഇല പോലും അനങ്ങുകയില്ല. ഒരാൾക്കും ഒരു വിരൽ പോലും അനക്കാൻ കഴിയുകയില്ല. അള്ളാഹുവിന് പുറമെ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും സാധ്യമാവുകയില്ല ഈ രൂപത്തിൽ പ്രവർത്തിക്കാൻ. അള്ളാഹു അറിഞ്ഞെങ്കിൽ മാത്രമാണ് എല്ലാം നടക്കുന്നത്. നമുക്കെന്തു ചെയ്യണമെന്നുണ്ടെങ്കിലും, ഒന്ന് ചലിക്കണമെങ്കിൽ, ഒന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ അള്ളാഹുവിന്റെ കഴിവ് നമുക്ക് അനിവാര്യമാണ്. ആ നിലക്ക് നമ്മളെല്ലാം അള്ളാഹുവിനേക്ക് ആവശ്യമാണ്. അവനൊന്നിൻ്റെയും ആവശ്യമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃപുത്രനായ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു കാര്യം അമാനി മൗലവി ഇതിന്റെ വിഷയത്തിൽ കൊണ്ടുവരുന്നുണ്ട്. വളരെ പ്രസിദ്ധമായ ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസാണ്. ഹദീസ് ഉദ്ധരിച്ച വ്യക്തി പണ്ഡിതൻ ഇമാം തുർമുദിയാണ്. റിപ്പോർട്ട് ചെയ്തത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഇബ്നു അബ്ബാസിന്റെ കൂടെ വാഹനപ്പുറത്ത് യാത്ര പോവുകയായിരുന്നു. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പ്രവാചകനെ വിളിച്ചു, യാ ഗുലാം, അല്ലയോ കുട്ടിയെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരിക, ചില വാക്ക് പഠിപ്പിച്ചു തരിക. അതെന്താണെന്ന് പറഞ്ഞു പ്രവാചകൻ തുടർന്ന് പറയുന്നത്, ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെയും സൂക്ഷിക്കും. ഇഹ്ഫദില്ലാഹ് തജിദഹു തുജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ നിനക്ക് അവനെ, അള്ളാഹുവിനെ നിന്റെ മുമ്പിൽ കണ്ടെത്താൻ കഴിയും. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് ചോദിക്കുക. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ എന്തെങ്കിലും സഹായം തേടുകയാണെങ്കിൽ അത് അള്ളാഹുവോട് തേടുക. വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത, നിശ്ചയമായും ഈ സമൂഹം, ഉമ്മത്ത് മുഴുവൻ, ലൗ ഇജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ, നിനക്കൊരു കാര്യം ഉപകാരമുണ്ടാക്കണം എന്ന് പിന്നെ അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, മുഴുവൻ ആളുകളും ഒരുമിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ, ലൻ തൻഫഉക, അതൊന്നും നിനക്ക് ഉപകാരപ്പെടുകയില്ല, ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയ ഒരു കാര്യമല്ലാതെ വേറൊന്നും. അഥവാ ലോകത്തുള്ള മുഴുവൻ ആളുകളും നിനക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാക്കുന്നത് വിചാരിച്ചാൽ അള്ളാഹ് ഉദ്ദേശിച്ചതിന് അപ്പുറത്ത് എന്താവൂല, ഒന്നും നടക്കുകയില്ല. വൈജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ, ഇനി അവരൊക്കെ നിനക്കൊരു പ്രയാസം ഉണ്ടാക്കാൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ, ഖദ് കതബല്ലാഹു അലൈക, അള്ളാഹു നിനക്ക് എതിരെ രേഖപ്പെടുത്തിയതല്ലാതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് കണക്കാക്കിയതല്ലാതെ മറ്റൊന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല. അഥവാ ജനങ്ങൾ മൊത്തം നിനക്ക് ഉപകാരം ചെയ്യാന്ന് വിചാരിച്ചാൽ പ്രച്ചർബ് വിചാരിക്കാതെ ഉപകാരം ചെയ്യാനും കഴിയില്ല. ആളുകളെ മൊത്തം നിനക്കൊരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു ഉദ്ദേശിച്ചാൽ അല്ലാതെ അതൊന്നും നടക്കുകയുമില്ല. അപ്പോൾ എല്ലാവരും ഉദ്ദേശിച്ചാലും അള്ളാഹുവിന്റെ തീരുമാനത്തിന് അപ്പുറത്തൊന്നും നടക്കൂല. കാരണം അള്ളാഹു എല്ലാത്തിനും കഴിവുള്ള ഖനിയാണ്, എല്ലാവരും അള്ളാഹുലേക്ക് ഫക്കീറാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അള്ളാഹു ആണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ, അള്ളാഹുവാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. അതിനപ്പുറത്തേക്ക് ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആ അള്ളാഹുവിനെ സൂക്ഷിച്ച്, ആ അള്ളാഹുവിനെ ശ്രദ്ധിച്ച് നമ്മൾ ജീവിക്കുക. അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ ജീവിച്ചാൽ അള്ളാഹു നമുക്ക് നമ്മുടെ കൺമുമ്പിൽ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയും. ആ രൂപത്തിൽ നമുക്ക് ജീവിതം ക്രമീകരിക്കാൻ സാധ്യമാകുമെന്ന ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ, അല്ലെങ്കിൽ ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കും. ഇവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ശിർക്ക് ചെയ്തു പോകുന്ന ആളുകളെ, അതേപോലെ അതിനൊക്കെ വളരെ ഗൗരവമാണ് ഈ ആയത്തിലേക്ക് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അതിനൊക്കെ നശിപ്പിക്കാനും മൊത്തം ഭക്തിയുള്ള ഒരു സമൂഹത്തെ കൊണ്ടുവരാൻ നമുക്ക് അള്ളാഹുവിന് കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു ഈ വചനത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. ലോകത്ത് മുഴുവൻ ആളുകളും അള്ളാഹുവിനെ അനുസരിക്കുന്നവരെയുള്ള റബ്ബിന് ഒരു നേട്ടവും കിട്ടാനില്ല. ലോകത്ത് മുഴുവൻ ആളുകളും റബ്ബിനെ നിഷേധിച്ച് അള്ളാഹുവിന്റെ ഇസ്സത്തിൽ നിന്ന് കുറയാനുമില്ല. പക്ഷേ അള്ളാഹു കണക്കാക്കുന്ന ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ മാത്രം അനുസരിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹു ഒരിക്കലും പ്രയാസമുള്ള വിഷയമില്ല. പക്ഷേ മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതിന് പിന്നിൽ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്. ആ ആരാധനയുടെ വിഷയത്തിൽ അവൻ എത്രത്തോളം പരീക്ഷത്തെ വിജയിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നന്നായി പണിയെടുക്കുന്നവരാരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തുടർന്ന് റബ്ബ് പഠിപ്പിക്കുകയാണ്, വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, വലാ തസിറു, ഒരാളും വഹിക്കുകയില്ല, വാസിറത്തുൻ, വഹിക്കുന്ന ഒരാളും, വിസ്റ, കുറ്റം, ഉഖ്റ, മറ്റൊരുത്തിന്റെ. വിസ്ർ എന്ന ഇസ്മിന്റെ ആ പദത്തിന്റെ ഫായിലാണ് വാസിർ. അതേപോലെ തന്നെ ഫെയില്, പിന്നെ വസറ എന്ന ഫെയിലിന്റെ മുദാരിയാണ് യസിറു. നേരിട്ട് നമ്മൾ ഇതിലേക്ക് പറയുമ്പോൾ തസിറു എന്നാവുകയും ചെയ്യുന്നു. അപ്പോൾ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ എന്ന് പറഞ്ഞാൽ ഒരാളും മറ്റൊരാളുടെയും പാപഭാരം, കുറ്റം, വിസ്ർ ഏറ്റെടുക്കുകയില്ല എന്നാണ്.
ഇൻ തദ്ഉ മുസ്ഖലത്തുൻ ഇലാ ഹിംലിഹാ ലാ യുഹ്മലു മിൻഹു ഷൈഉൻ. ഇൻ തദ്ഉ, അള്ളാഹു പഠിപ്പിക്കുകയാണ്, ഇൻ തദ്ഉ നിങ്ങൾ വിളിച്ചാൽ, മുസ്കലത്തുൻ ഇൻ തദ്ഉ വിളിച്ചാൽ, മുസ്കലത്തുൻ ഭാരം പിടിപ്പെട്ട ഒരു ശരീരം, ഒരാൾ, ഒരു വ്യക്തി, മുസ്കലത്ത് വിളിച്ചാൽ, ഇലാ ഹിംലിഹ അതിന്റെ ചുമട്ടിലേക്ക് അഥവാ വെയിറ്റ് എടുക്കുന്നതിന്റെ താഴേക്ക്, മിൻഹു ലാ യുഹ്മലു മിൻഹു ഷൈഉൻ അതിൽ ഒന്നും വഹിക്കപ്പെടുകയില്ല, ഒന്നും തന്നെ ഏറ്റെടുക്കപ്പെടുകയില്ല. വലൗ കാന ദാ ഖുർബ അത് ഏറ്റവും അടുത്തുള്ളവരായിരുന്നാലും ശരി. ഖരീബ് എന്നതാണ് അടുത്ത് എന്നതിന്റെ അർത്ഥം. ഖുർബ എന്നത് പിന്നെ ദാ ഖുർബ എന്ന് പറഞ്ഞാൽ സമീപത്തുള്ള അല്ലെങ്കിൽ കുടുംബക്കാര്, അടുപ്പമുള്ള ആളുകൾ എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. അപ്പൊ എന്താ അർത്ഥം? വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖറ ഒരാളും മറ്റൊരാളുടെ പാപവും ഏറ്റെടുക്കുകയില്ല. വല വഇൻ തദഉ മുസ്ഖലത്തുൻ ഇലാ ഹിംലിക ലാ യുഹ്മലു മിൻഹു ഷൈഉൻ വലൗ കാന ദാ ഖുർബ ഭാരം പിടിപ്പെട്ട ഒരു വ്യക്തി, ഒരു ദേഹം അതിന്റെ ചുമടെടുക്കുന്നതിലേക്ക് വേറെ ആളെ വിളിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതിനപ്പുറത്തേക്ക് ഒരാളും ഒന്നും വഹിക്കപ്പെടുകയില്ല, എത്ര അടുത്തവരായിരുന്നാലും ശരി. എന്ന് പറഞ്ഞാൽ ഒരാളുടെ പാപഭാരം എത്ര സമീപത്തുള്ള, എത്ര അടുത്ത കുടുംബം, ഉപ്പയാകട്ടെ ഉമ്മയാകട്ടെ മറ്റാരാകട്ടെ, ആര് വിചാരിച്ചാലും ഒരാളുടെ പാപഭാരവും മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് ഈ ആയത്തിന്റെ ആശയം. വീണ്ടും അള്ളാഹു പഠിപ്പിക്കുന്നത് ഇന്നമാ തുന്തിറു, ഇന്നമാ നിശ്ചയമായും, തുന്തിറു, തുന്തിറു എന്ന് പറഞ്ഞാൽ താങ്കൾ താക്കീത് ചെയ്യുന്നു, അല്ലദീന യഖ്ശൗന ഭയപ്പെടുന്ന ആളുകൾ, അല്ലദീന യാതൊരു കൂട്ടർ, യഖ്ശൗന അവർ ഭയപ്പെടുന്നു, റബ്ബഹും അവരുടെ റബ്ബിനെ, രക്ഷിതാവിനെ, ബിൽ ഗൈബി അദൃശ്യത്തിൽ. അപ്പോൾ എന്താണ് ഉദ്ദേശം? ഇന്നമാ തുന്തിറു അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി നിശ്ചയമായും തങ്ങളുടെ റബ്ബിനെ അദൃശ്യമായ നിലയിൽ ഭയപ്പെടുന്ന ആളുകളെയാണ് റസൂലെ താങ്കൾ ഓർമ്മപ്പെടുത്തേണ്ടത്, താങ്കൾ താക്കീത് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അഖാമുസ്സല നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ, നിസ്കാരം നിലനിർത്തുകയും റബ്ബിനെ അദർശനത്തിൽ ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകളെയാണ് പ്രവാചക താങ്കൾ താക്കീത് ചെയ്യേണ്ടതുള്ളൂ, വേറെ ആരെയും താക്കീത് ചെയ്യേണ്ടതില്ല. അതിന് മറ്റൊരു ഉദ്ദേശം എന്താണ്? അള്ളാഹുവിനെ ഭയപ്പെടുന്ന നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ മാത്രമാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഈ താക്കീത് ഉപദേശങ്ങൾ സ്വീകരിക്കുകയുള്ളൂ, വേറെ ആൾക്കും അതിന്റെ ആവശ്യമില്ല, മറ്റുള്ളവർ അത് സ്വീകരിക്കുകയുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ ഓർമ്മപ്പെടുത്തൽ അത് ഭയപ്പെടുന്ന ആളുകൾക്കുള്ളതാണ്. അങ്ങനെ ഭയപ്പെടുന്നവർ അള്ളാഹുവിന്റെ പ്രവാചകനെ താക്കീതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് അവർക്ക് ഉപകാരപ്പെടും. പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചില്ലേ, പ്രവാചക ഫദക്കിർ ഇൻ നഫഅതി ദിക്റ താങ്കൾ ഉപദേശിക്കുക, ഓർമ്മപ്പെടുത്തുക, താക്കീത് ചെയ്യുക. ആ ഉപദേശം പിന്നെ ഉപകാരപ്പെടും. സയദ്ദക്കുറു മൻ യഖ്ശ ഭയപ്പാടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഉപകാരപ്പെടുമെന്ന് പഠിപ്പിക്കുന്നു. പ്രവാചക താങ്കൾ ഉപദേശിക്കണം, പിന്നെ താങ്കൾ ഉപദേശകൻ മാത്രമാണ്. ലസ്ത അലൈഹിം ബി മുസൈത്തിർ ഒരാളുടെ മേലും കാര്യം അടിച്ചേൽപ്പിക്കുവാൻ താങ്കളുടെ മേൽ അവകാശമില്ല എന്ന് അല്ലാഹു സൂറത്തുൽ ഗാശിയയിൽ മറ്റൊരു സ്ഥലത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ വിശ്വാസികൾക്ക് ഉപദേശം, താക്കീത് അത് ഉപകാരപ്പെടുമെന്ന് അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉപകാരവും ഉപദേശവും താക്കീതുമെല്ലാം ഉപയോഗപ്പെടുന്നത്, ഉപയുക്തമാകുന്നത്, അതൊക്കെ ഉപകരിക്കുന്നത് റബ്ബിനെ ഭയപ്പെടുന്ന ആൾക്ക് മാത്രമായിരിക്കും. ഒമൻ തസക്ക അള്ളാഹു വീണ്ടും പറയുന്നു, ഒമൻ തസക്ക അപ്പോൾ ആരാണ് പരിശുദ്ധി പ്രാപിച്ചത്, തസ്കീത്ത് നേടിയത്? ഫഇന്നമാ യതസക്ക നഫ്സി ഫഇന്നമാ അപ്പോൾ നിശ്ചയമായും യതസക്ക അവന് പരിശുദ്ധി നേടിയത് നഫ്സി അവന് സ്വന്തത്തിൽ തന്നെയാണ്. അപ്പോൾ പരിശുദ്ധി നേടിക്കഴിഞ്ഞാൽ ആ പരിശുദ്ധി സ്വന്തത്തിന് വേണ്ടി മാത്രമാണ്, അതല്ലാതെ താൻ പരിശുദ്ധി നേടിയത് കൊണ്ട് വേറെ ആൾക്ക് ഉപകാരപ്പെടുകയില്ല. അപ്പോൾ ഒരാളുടെ പാപഭാരം വേറെ ഏറ്റെടുക്കുകയുമില്ല, ഒരാളുടെ പരിശുദ്ധി കൊണ്ട് മറ്റൊരാൾക്കും അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയും ചെയ്യുകയില്ല. വഇലല്ലാഹിൽ മസീർ അള്ളാഹുവിലേക്ക് തന്നെയാണ് എല്ലാവരുടെയും മടക്കം. എല്ലാവർക്കും ഓരോരുത്തർക്കും സ്വന്തം കാര്യം മാത്രം, അത് മാത്രമേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഓരോരുത്തർക്കും അവനവൻ നേടിയതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കുണ്ടായിരിക്കേണ്ട ഓർമ്മപ്പെടുത്തൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും ഉപ്പയും ശിർക്ക് ചെയ്ത കാരണത്താൽ തൗഹീദ് ഇല്ലാത്തതിന് അവർ സ്വർഗത്തിലില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നൂഹ് നബിയുടെ മകൻ നരകാവകാശിയാണ്. അതേപോലെ നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ നരകാവകാശികളാണ്. പ്രവാചകന്റെ എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത പ്രവാചകന്റെ പിതൃവ്യൻ അബൂ താലിബ് നരകാവകാശിയാണ്. തുടങ്ങിയ ആരാകട്ടെ ഇവരൊക്കെ പ്രവാചകന്റെ അനന്തരവനാണ്, പ്രവാചകന്റെ വല്യുപ്പയാണ്, പ്രവാചകന്റെ പിതൃവ്യനാണ്, അല്ലെങ്കിൽ പ്രവാചകന്റെ ഭാര്യയാണ്, പ്രവാചകന്റെ ഉപ്പയാണ് എന്നുള്ളതൊന്നും ഒരാൾക്കും ഒരു ഉപകാരത്തിനുമുള്ള കാരണമല്ല. അതുകൊണ്ട് പിതാവുണ്ടെന്നായതുകൊണ്ട് മക്കൾ ഉപകാരപ്പെടണമെന്നോ അല്ലെങ്കിൽ മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്ക് നേട്ടമുണ്ടാകണമെന്നോ എന്നൊന്നുമില്ല. അതിനപ്പുറത്ത് ഉപകാരപ്രദമാകുന്ന
ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ ഉണ്ടെങ്കിൽ ഉപകാരപ്രദമാകുന്ന പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഒരാൾ നന്നായത് കൊണ്ട് ബാക്കിയുള്ള ആളുകൾ കൊണ്ട് കഴിച്ചലാകുമെന്നുള്ളൊരു പ്രതീക്ഷ ആർക്കും ആവശ്യമില്ല. എൻ്റെ മുരീദാരൻ നരകത്തിൽ നരകത്തെ കാക്കും മലക്കു പറഞ്ഞോവർ ചില ആളുകളുടെ പേരിൽ മൊയ്‌ലി ശേഖിന്റെ പേരിലൊക്കെ അനാവശ്യമായി കൂടി കെട്ടിയുണ്ടാക്കിയ ആളുകളുണ്ട്. ശേഖിന്റെ മുരീദായി കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകളോട് പോലും പറഞ്ഞത്, ഫാത്തിമ, നീ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് സാധ്യമാകുന്നത് ഭൂമിയിൽ നിനക്ക് നൽകാം. പക്ഷെ അൻഖിദി നഫ്സക്കി മിനന്നാർ, നിന്റെ സ്വന്തത്തിനെ നരകത്തോട് നീ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളെ പോലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പഠിപ്പിക്കുന്നത് പ്രവാചകന്റെ മകളായതുകൊണ്ട്, പ്രവാചകന്റെ ഉപ്പയായതുകൊണ്ട്, പ്രവാചകന്റെ ഉമ്മയായതുകൊണ്ട്, പ്രവാചകന്റെ സഹോദരനായതുകൊണ്ട് അങ്ങനൊന്നും അള്ളാഹുവിനൊരിക്കൽ പരിഗണനീയമല്ല. മറിച്ച് ഓരോരുത്തരും സ്വന്തത്തിന് ചെയ്തുകളെ ഉപകാരപ്രദമായത് അണുമണിത്തൂക്കമാണെങ്കിലും അത് അവൻ ഉണ്ടാകും, അതല്ല ഷർറാണെങ്കിലും അതും അള്ളാഹു കാണിക്കും. അതല്ലാതെ ഒരാൾ മറ്റുള്ള പാവാരം ഏറ്റെടുക്കുകയോ അവരെ കൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ട് പോവുകയും ചെയ്ത അവസ്ഥാവിശേഷം ഉണ്ടാവുകയില്ലെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത് കൊണ്ട് ഈ 4 ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളെ വലിയ ആശയമാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹു മാത്രമാണ് എല്ലാം കഴിവുള്ളവനെന്നും മറ്റുള്ളവരിലേക്ക് ആവശ്യക്കാരനാണ് എന്നും ആ നിലക്ക് ഒരാൾക്കും സ്വന്തത്തെ അല്ലാതെ മറ്റുള്ള ആളുകളുടെ നഫ്സിനെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ കഴിയില്ല എന്നും പാപഭാരം ഏറ്റെടുക്കില്ല എന്നും ഉപകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ലഭിക്കില്ല എന്നും ഒക്കെയുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്ക് പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയാണ് നൽകുന്നത് കൊണ്ട് തന്നെ നമ്മൾ നന്മകളിൽ മത്സരിക്കുക, പരലോകത്തെ ഓർത്തുകൊണ്ട് ഇഹലോകത്ത് നന്മകളിൽ നമ്മൾ മുന്നേറുക എന്നാണ് നമുക്ക് ഈ ആയത്ത് നൽകുന്ന പാഠം. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവനെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇൻഷാ അള്ളാഹ് ബാക്കി ആയത്തുകൾ നമുക്ക് വരും ക്ലാസ്സുകൾ എടുത്ത് പൂർത്തിയാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതിനപ്പുറത്ത് കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ നമ്മൾ എടുത്തതിൻ്റെ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ ഓരോ വാക്കിൻ്റെയും അർത്ഥം, അതേപോലെ ഇതിലടക്കം വന്ന ഇമാം തുറമുര ഹദീസ് തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ ഓർമ്മയിൽ ഉണ്ടാകണം, ഒക്കെ നമ്മൾ എഴുതി രേഖപ്പെടുത്തണം. പരീക്ഷയ്ക്ക് ഒരു ആവർത്തി വെറുതെ മറച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടാവുന്ന രൂപത്തിലേക്ക് ഇൻഷാ അല്ലാഹ് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.